പകർച്ചവ്യാധിയുടെ നാളുകൾ മുതൽ കൊറോണ വൈറസിനെ കുറിച്ചുള്ള ഭയം ആളുകളുടെ മനസ്സിൽ പിടിമുറുക്കിയപ്പോൾ ഹാൻഡ് സാനിറ്റൈസറുകൾ ഒരു ആവശ്യകത എന്നതിലുപരി വൈറസിനെതിരെ പോരാടാനും ജീവൻ രക്ഷിക്കാനുമുള്ള ഒരു ഉപകരണമായി മാറിയിരുന്നു. എന്നാൽ അടുത്തിടെ പുറത്തുവന്ന ഒരു പഠനം ഹാൻഡ് സാനിറ്റൈസറുകൾ മുതൽ ടൂത്ത് പേസ്റ്റുകൾ പോലുള്ളവയിൽ തലച്ചോറിലെ കോശങ്ങളെ നശിപ്പിക്കുന്ന ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ടെന്ന് അവകാശപ്പെടുന്നു. നമ്മളിപ്പോൾ പാൻഡമിക് യുഗത്തിന് പുറത്താണെങ്കിലും ഇടയ്ക്കിടെ ഹാൻഡ് സാനിറ്റൈസറുകൾ ഉപയോഗിക്കുന്ന ശീലം പലരിലും ഇന്നും അവശേഷിക്കുന്നുണ്ട്. അതിനാൽ തന്നെ ഹാൻഡ് സാനിറ്റൈസറുകളുടെ ഉപയോഗത്തിലും വിൽപ്പനയിലും പെട്ടെന്നുള്ള കുതിച്ചുചാട്ടം അടുത്ത വർഷങ്ങളിലായി പ്രകടവുമായിരുന്നു. എന്നാൽ ഒഹായോ സ്റ്റേറ്റ് വെസ്റ്റേൺ റിസർവ് യൂണിവേഴ്സിറ്റി മോളിക്യുലർ ബയോളജിസ്റ്റ് എറിൻ കോണും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരും എലികളിൽ നടത്തിയ ഒരു പഠനത്തിൽ സാധാരണ ഗാർഹിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന അണുനാശിനികളടക്കം ഫർണിച്ചറുകൾ, തുണിത്തരങ്ങൾ, പശകൾ എന്നിവയിൽ അടങ്ങിയിരിക്കുന്ന രാസവസ്തുക്കൾ തലച്ചോറിനെ പിന്തുണയ്ക്കുന്ന കോശങ്ങളെ നശിപ്പിക്കാൻ സാധ്യതയുണ്ടെന്ന് കണ്ടെത്തി, പ്രത്യേകിച്ച് മസ്തിഷ്ക വികാസത്തിന്റെ സുപ്രധാന ഘട്ടങ്ങളിൽ. 1823 സംയുക്തങ്ങളാണ് ഇവർ പഠനത്തിന് വിധേയമാക്കിയത്. തുടർന്നാണ് ഒളിഗോഡെൻഡ്രോസൈറ്റുകൾ എന്നറിയപ്പെടുന്ന കോശങ്ങളുടെ പക്വതയെ നശിപ്പിക്കുകയോ അവയുടെ പ്രവർത്തനത്തെ താൽക്കാലികമായി നിർത്തുകയോ ചെയ്യുന്ന 2 തരം രാസവസ്തുക്കൾ ഈ സംയുക്തങ്ങളിൽ അടങ്ങിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നത്. ഒളിഗോഡെൻഡ്രോസൈറ്റുകൾ ഒരുതരം ന്യൂറോളജിക്കൽ സപ്പോർട്ട് സെല്ലുകളാണ്. ഈ കോശങ്ങൾ ന്യൂറോണുകൾക്ക് ചുറ്റും പൊതിഞ്ഞ് ഒരു ഇൻസുലേറ്റിംഗ് ആവരണമുണ്ടാക്കുന്നു. ഇത് മസ്തിഷ്ക സിഗ്നലുകൾ വേഗതയിൽ നീങ്ങുന്നുവെന്ന് ഉറപ്പാക്കുകയാണ് ചെയ്യുക. എന്നാൽ ഹാൻഡ് സാനിറ്റൈസറുകൾ, അണുനാശിനി സ്പ്രേ, ബാക്ടീരിയകളെയും വൈറസുകളെയും ഇല്ലാതാക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ടൂത്ത് പേസ്റ്റ്, മൗത്ത് വാഷ് തുടങ്ങിയ വ്യക്തിഗത പരിചരണ ഉൽപ്പന്നങ്ങൾ എന്നിവയിൽ അടങ്ങിയിരിക്കുന്ന 2 കെമിക്കൽ ക്ലാസുകളിലൊന്ന് ദോഷകരമായ ഫലമുണ്ടാക്കുന്ന ക്വട്ടേണറി സംയുക്തങ്ങളാണെന്ന് വിദഗ്ധർ തിരിച്ചറിഞ്ഞു. ഈ ഉൽപ്പന്നങ്ങൾ മനുഷ്യർ ഉപയോഗിക്കുമ്പോൾ ഇതിലെ രാസവസ്തുക്കൾ ഉപയോക്താക്കൾ കഴിക്കുകയോ ശ്വസിക്കുകയോ ചെയ്യാം. ഗവേഷണത്തിൽ കണ്ടെത്തിയ മറ്റൊരു രാസവിഭാഗം ഓർഗാനോഫോസ്ഫേറ്റുകളാണ്. ഫ്ലെയിം റിട്ടാർഡന്റുകളായി പ്രവർത്തിക്കുന്ന ഈ രാസവസ്തുക്കൾ സാധാരണയായി തുണിത്തരങ്ങൾ, പശ, ഇലക്ട്രോണിക്സ്, ഫർണിച്ചറുകൾ തുടങ്ങിയ വീട്ടുപകരണങ്ങൾ എന്നിവയിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് ഗവേഷകർ പറയുന്നു. മാത്രമല്ല, ഓർഗാനോഫോസ്ഫേറ്റുകൾ മനുഷ്യരുടെ ചർമ്മത്തിലൂടെ ആഗിരണം ചെയ്യാനും തുടർന്ന് അവയ്ക്ക് തലച്ചോറിലേക്ക് എത്തിച്ചേരാനുമുള്ള ശേഷിയുണ്ട്. കൂടാതെ എലികളിൽ പരീക്ഷണം നടത്തിയപ്പോൾ ഇവർ 3 ക്വട്ടേണറി സംയുക്തങ്ങളിൽ ഒന്നിന്റെ ഓറൽ ഡോസ് അവയ്ക്ക് നൽകുകയും ദിവസങ്ങൾക്ക് ശേഷം എലികളുടെ മസ്തിഷ്ക കോശത്തിൽ ആ രാസവസ്തുക്കളുടെ അളവ് കണ്ടെത്തുകയും ചെയ്തു. അതുപോലെ സെറ്റിൽ പിരീഡിനിയം ക്ലോറൈഡ് എന്നറിയപ്പെടുന്ന ഒരുതരം ക്വാട്ടർണറി സംയുക്തത്തിന്റെ 10 ഡോസുകൾ ദിവസേന നൽകിയതിനു ശേഷം മൃഗങ്ങളുടെ തലച്ചോറിൽ ഒലിഗോഡെൻഡ്രോസൈറ്റുകളുടെ എണ്ണം കുറവായതായും ഗവേഷകർ നിരീക്ഷിച്ചു. മസ്തിഷ്ക വികാസത്തിന്റെ പ്രധാന കാലഘട്ടത്തിലായിരുന്നു ഈ ജീവികളിൽ പരീക്ഷണം നടന്നതെന്നതും ശ്രദ്ധേയമാണ്.